നിലപാട് മതനിരപേക്ഷതയിലൂന്നി എടുക്കുന്നില്ലെങ്കിൽ വർഗീയതയെ കൃത്യമായി എതിർക്കാൻ കഴിയില്ല. വർഗീയതയെ വർഗീയ കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ ഒരു ബി ടീമായി നിന്നുകൊണ്ട് എതിർക്കാൻ പുറപ്പെട്ടാൽ വർഗീയതയോടുള്ള എതിർപ്പായിട്ടത് മാറില്ല. അതൊരു ബി ടീമിന്റെ കളി പോലെ മാത്രമേ തോന്നുകയുള്ളൂ. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്. അയോധ്യയിലെ മോദി പ്രതിഷ്ഠക്ക് പോകുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി അതേ ദിവസം ഒരു ശ്രീരാമക്ഷേത്രത്തിൽ ധ്യാനം നടത്താൻ സമരം ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പോകലും ധ്യാനിക്കലും ഭജന നടത്തലും എല്ലാം വ്യക്തിപരമായ കാര്യമാണ്. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതിനൊന്നും എതിരായിട്ടല്ല നമ്മളാരും പറയുന്നത്. പക്ഷെ ദിവസമേത്, ആ സമയമേത്, അന്നിന് നൽകുന്നതിലൂടെ ഉയർത്തുന്ന സന്ദേശമേത്, അതല്ലേ പ്രശ്നം. രാജ്യമാകെ ഇതിന്റെ സന്ദേശം ഉയർത്താൻ വേണ്ടി സംഘപരിവാർ ശ്രമിക്കുമ്പോൾ അതേ ദിവസം അതേ സമയം ശ്രീരാമനെ രക്ഷിക്കാനുള്ള ഒരു സമയമായി എടുത്ത് അതിനുവേണ്ടി പുറപ്പെട്ടാൽ അത് നൽകുന്ന സന്ദേശം എന്താണ്? മറ്റവർ കാണിക്കുന്നത് ശരിയാണെന്ന സന്ദേശമല്ലേ പരോക്ഷമായി നൽകുന്നത്? അതാണോ വേണ്ടത്? നിർഭാഗ്യവശാൽ അതാണ് സംഭവിച്ചത്. അവിടെ കൊണ്ട് നിന്നില്ല. പാർലമെന്റ് അവസാന ദിവസം ആ സമ്മേളനത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുന്ന അവസ്ഥ വന്നപ്പോൾ ചിത്രം പൂർത്തിയാവുക. ഈ രീതിയാണ് മാറേണ്ടത്. മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. വർഗീയ കാഴ്ചപ്പാടുകളുമായി സമരസപ്പെട്ടു പോകുന്നത് നിർഭാഗ്യകരമായ രീതിയിൽ സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന ആശയം അതുമായി പൊരുത്തപ്പെടുന്ന നിലയാണ് കോൺഗ്രസ് പല കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും. ഓരോ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇത് രാജ്യത്തുണ്ടാക്കുന്ന രീതി എന്താണ്? നമ്മളെല്ലാവരും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ കഴിയുന്നവരാകണ്ടേ? നിങ്ങൾക്ക് ഭയം, സംശയം, അങ്കലാപ്പ്, നാളത്തെക്കുറിച്ചുള്ള ഭീതി ഇതെല്ലാം ഉണ്ടായാൽ എന്താകും നാടിന്റെ, രാജ്യത്തിന്റെ അവസ്ഥ? ആ ഭയത്തിൽ, ഭീതിയിൽ, അങ്കലാപ്പിൽ ജീവിക്കുന്ന വലിയൊരു ഭാഗം ആളുകൾ ഇന്ത്യയിലില്ലേ? അവർക്ക് ആശ്വാസം പകരുന്നതാണോ കോൺഗ്രസിന്റെ നിലപാട്? ഞങ്ങൾ പ്രധാനപ്പെട്ട ശക്തിയൊന്നുമല്ല, രാജ്യത്തെ ചെറിയൊരു ശക്തി മാത്രമാണ്. പക്ഷെ ആ ചെറിയൊരു ശക്തി വലിയ കരുത്തായിട്ടാണ് ഈ ജനവിഭാഗം കാണുന്നത്. എന്തുകൊണ്ട്? നിലപാടുണ്ട്. ആ നിലപാട് എവിടെയും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി. കോൺഗ്രസിൽ ഇല്ലാത്തത് അതാണ്. ഇവിടെ ഒരു വിഭാഗത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് അവർ ഭീതിയിൽ കഴിയണോ? ഈ രാജ്യത്തിന്റെ സന്തതികളല്ലേ അവര്? തലമുറകളായി ഈ മണ്ണിൽ ജീവിക്കുന്നവരല്ലേ? ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ മണ്ണടിയേണ്ടവരല്ലേ?
അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഇവിടെ കഴിയണ്ടേ? അത് തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോ ആ ശ്രമത്തെ ചോദ്യം ചെയ്യാനെങ്കിലും തയ്യാറാകാത്ത മനസ്സോടുകൂടി കോൺഗ്രസ് രാജ്യത്ത് പ്രവർത്തിക്കുകയാണ്. ഇതാണ് ഗൗരവമായി കാണേണ്ട വിഷയം. ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല. നമ്മുടെ നാടിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി.